चैप्टर പഠിക്കുന്നത് भूमिका नोका पत्र द्वारा मन के भावों या विचारों के संदेश के रूप में लिखा जाता है और किसी संदेश वाहक द्वारा या टैग द्वारा भेजा जाता है നമ്മുടെ മനസ്സിലുള്ള പത്ര മുഖേന കത്തുകൾ മുഖേന നമ്മുടെ മനസ്സിലുള്ള ഭാവങ്ങളും വിചാരങ്ങളും സന്ദേശകരിലേക്ക് എങ്ങനെയാണോ എത്തിക്കുകയും കിസി സന്ദേശവാഹക ദ്വാര അതെങ്ങനെയാണ് അത് സന്ദേശത്തിൻ്റെ രൂപത്തിൽ എഴുതുകയും ഒരു സന്ദേശവാഹകർ മുഖേനയോ അല്ലെങ്കിൽ ടാഗ് മുഖേനയോ ഒരു തപാൽ മുഖേനയോ അത് എത്തിക്കുകയും അല്ലെങ്കിൽ അയക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് പത്രചാറിൻ്റെ ഭൂമിക എന്ന് പറയുന്നത്. എഴുത്ത് രണ്ട് രീതിയിലാണ് ഉള്ളത്. രണ്ട് രീതിയിൽ എഴുത്തുണ്ട്. പത്രം കെ പ്രകാർ പത്രങ്ങൾ രണ്ട് തരമാണുള്ളത്. ഔപചാരിക പത്ര और अनौपचारिक പത്ര. औपचारिक പത്രത്തിൽ വ്യാവസായിക പത്ര, കാര്യാലയ പത്ര, ആവേദന പത്ര, പ്രാർത്ഥനാ പത്ര അതൊക്കെ ഔപചാരികത്തിൽ പെടും. നമ്മൾ ലീവ് ലെറ്റർ കൊടുക്കുന്നത് അല്ലെങ്കിൽ കാര്യാലയത്തേക്ക് ഓഫീസുകൾക്ക് എന്തെങ്കിലും അപേക്ഷ കൊടുക്കുന്നത്, പ്രാർത്ഥനാ പത്രങ്ങൾ, വ്യാവസായിക പത്രങ്ങളൊക്കെ ഔപചാരികത്തിലാണ് പെടുക. അനൗപചാരിക പത്രമാണ് ബന്ധായി പത്ര, ശുഭകാമന, ധന്യവാദ് പത്ര, അന്യപത്ര, നിമന്ത്രൺ പത്രമൊക്കെ അനൗപചാരികത്തിലാണ് പെടുക. വ്യത്യസ്ത തരം ഔദ്യോഗിക കത്തിടപാടുകളുണ്ട്. कार्यालयीय पत्राचार के विभिन्न प्रकार शासनादेश या राज्यादेश സർക്കാർ ഉത്തരവിൻ്റെ സർക്കാരി या शासकीय पत्र ऑफिस ഉത്തരവ് അന്തർകാരി या അന്തർശാസകീയ പത്ര അർദ്ധ സർക്കാർ കത്തുകൾ अशासकीय गैर सरकारी पत्र अनौद्योगिक पत्र परिपत्र सर्कुलर कार्यालय आदेश ऑफिस ऑर्डर कार्यालय शासन ऑफिस मेमो ज्ञापन ज्ञान മെമ്മോറാണ്ടം സൂചന വിജ്ഞപ്തി അറിയിപ്പ് ഉദ്ഘോഷണ വിളംബരം സൂചന നോട്ടീസ് ആദേശ് ഓർഡർ അനുസ്മാരക ഓർമ്മപ്പെടുത്തൽ പുഷ്ടാങ്കൻ അംഗീകാരം പ്രസ്താവ് നിർദ്ദേശം പ്രസ് വിജ്ഞപ്തി പ്രസ് നോട്ട് സ്വീകൃതി മഞ്ജൂശ്രീ പത്ര അനുമതി കത്ത് നിവിദ സൂചന ടെൻഡർ നോട്ടീസ് താർ ടെലിഗ്രാം ഇത്ര തരം കാര്യാലയ പത്രങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ നോക്കാം. ഔപചാരിക തഥാ അനൗപചാരിക പത്രവും में क्या भेद है? ഔപചാരികവും അനൗപചാരികവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? औपचारिक पत्र വ്യാപാരി या कार्यालय के कार्यों के लिए लिखा जाते हैं. ഔപചാരികമായിട്ടുള്ള കത്തുകൾ എഴുതുന്നത് ഓഫീസ് സംബന്ധമായ കാര്യത്തിനും സർക്കാരിലേക്കുള്ള വേണ്ടിയാണ്. എന്നാൽ अनौपचारिक पत्र में बंधाई संदेशों तथा अन्य उत्सवों को निमंत्रण पत्र होते हैं. ഔപചാരിക എഴുത്തിൽ സാധാരണ സന്ദേശങ്ങൾ എഴുതും, ആശംസകൾ, ഉത്സവങ്ങൾ, ക്ഷണക്കത്തുകൾ മുതലായവയാണ് അനൗപചാരിക കത്തിൽ വരുന്നത്. ये पत्र मनुष्य की व्यक्तिगत समस्याओं के लिए भी लिखा जाता है. ഇത്തരമുള്ള പത്രങ്ങൾ സാധാരണ വ്യക്തികൾ ഇങ്ങനെയുള്ള എഴുത്ത് സാധാരണ വ്യക്തികൾ തമ്മിലായിരിക്കും എഴുതുന്നത് അനൗപചാരികമായിട്ടുള്ള പത്രങ്ങളിൽ. പത്ര ലിഖിനയ്ക്ക് ആവശ്യകത ക്യോം പടുത്തി है? പത്ര എഴുതുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നാണ് ചോദിക്കുന്നത്. पत्र के द्वारा നമ്മൾ എഴുത്ത് മുഖേന प्रत्येक मनुष्य अपने मन के विचारों भाव इच्छाओं के दूसरों के सामने प्रकट करते हैं. മനുഷ്യരുടെ അവരുടെ വിചാരങ്ങളും ഭാവങ്ങളും മറ്റുള്ളവരിലേക്ക് അറിയിക്കാനായിട്ട് സാധിക്കുന്നു. പത്രലേഖൻ കലാജീവൻ में सदा ही काम आती है. എഴുത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമായി വന്നു വരുന്ന ഒരു കാര്യമാണ്. പത്ര വ്യക്തിഗത സർക്കാരി व गैर सरकारी भी होते हैं. സർക്കാർ അർദ്ധ സർക്കാർ സർക്കാരിതര ഓഫീസുകൾ വ്യക്തിപരമായ കത്തുകൾ എന്നിവയും ഉണ്ടെന്ന് പറയുന്നു. कार्यालय पत्रचार से आप क्या समझाता है? उसके कौन से अंग है? ഓഫീസ് സംബന്ധമായിട്ടുള്ള എഴുത്തുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം, അതിനെന്തൊക്കെ ഭാഗങ്ങളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. कार्यालय पत्रचार विभिन्न मंत्रालय ആവശ്യത്തിന് വിവിധ തരം ഓഫീസുകൾ സർക്കാർ വിഭാഗം ആയോഗം में कामकाज के सिलसिले में पत्राचार करते हैं. സർക്കാർ വിഭാഗം തുടങ്ങിയ ഓഫീസുകളിലേക്ക് അയക്കുന്ന കത്തുകളും कार्यालय पत्र संदेश व आदेश भी जानकारी होते हैं. സംബന്ധമായ കത്തുകൾ എന്ന് പറയുന്നു. ചിലവരുടെ സന്ദേശങ്ങൾ ആദേശങ്ങൾ അയക്കുന്നതിന് അറിവ് കിട്ടുന്നതും. इसमें
सरकारी अर्ध सरकारी होते हैं, ഇതിൽ സർക്കാരി ഉണ്ട് अर्ध സർക്കാരി ഉണ്ട്. अन्य दूसरी प्रकार भी पत्र सम्मिलित होते हैं. മറ്റ് അന്യ ദൂസരി പ്രകാരം എന്ന് പറഞ്ഞാൽ ഇതല്ലാണ്ട് വേറെ തരത്തിലുള്ള കത്തുകളും ഇതിൽ സമന്വിതമാണ് എന്ന് പറയുന്നു. अपने मित्र को लिखने हुए अच्छे पत्र गुणों के वर्णन कीजिए. താങ്കളുടെ കൂട്ടുകാരൻ നല്ല എഴുത്ത് എഴുതുന്നതിൻ്റെ ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഒരു എഴുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഇതിൽ ആദ്യം തന്നെ ഒരു കത്ത് സ്റ്റാർട്ടിങ് ആകുമ്പോൾ റൈറ്റ് സൈഡിൽ അത് ഏത് സ്ഥലത്തു നിന്നാണ് എഴുതുന്നത് ഡേറ്റ് എഴുതണം. പിന്നെ നമ്മൾ ഔപചാരികമാണോ അനൗപചാരികമാണോ എന്നാണ് ഇവിടെ. അപ്പോൾ പ്രിയമിത്രൻ്റെ പേര് നമുക്ക് അവിടെ എഴുതാം. പ്രിയമിത്ര എന്ന് പറഞ്ഞിട്ട് പേര് എഴുതാം. സദാ ഖുഷ് രഹോ, എല്ലായ്പ്പോഴും സന്തോഷമായിരിക്കും. മേ യഹാ ഖുഷ്, ഞാനിവിടെ സന്തോഷമായിരിക്കുകയാണ്. ഭഗവാൻ की कृपा से आप वहाँ सब कुशल होंगे. तुमने अच्छे पत्र लिखने के गुणों के बारे में पूछा था. എങ്ങനെയാണ് കൂട്ടുകാർ നല്ല എഴുത്ത് എഴുതുന്നതിൻ്റെ ഗുണങ്ങൾ, നല്ല എഴുത്ത് എഴുതുന്ന ഗുണങ്ങളെ കുറിച്ചിട്ടാണ് കൂട്ടുകാരന് കത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ संबंध में मेरा यह कथन है कि अच्छे पत्र की भाषा प्रभावी और स्पष्ट होना चाहिए. ഒരു നല്ല കത്ത് എന്ന് പറയുന്നത് അതിലെന്താണ്, നല്ല ഭാഷയും സ്പഷ്ടമായിരിക്കണം എന്ന് പറയുന്നു. पत्र में शब्दों का कम से कम प्रयोग करके पूरी बात कहनी चाहिए. പത്രങ്ങളിൽ ശബ്ദക കംസേ കം പ്രയോഗ, ചില ശബ്ദങ്ങൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കുക, കുറച്ച് സംസാരിക്കുന്ന രൂപത്തിൽ മാത്രം എഴുതുക. കഠിൻ ശബ്ദവും ക പ്രയോഗ നഹി കർണ ചാഹിയെ, കഠിൻ ശബ്ദങ്ങളെ പ്രയോഗിക്കാനായിട്ട് പാടില്ല. अपने माता पिता को मेरा प्रणाम कहना, दादा छोटों को प्यार आपका सगा. എപ്പോഴും എൻ്റെ മാതാവിനും പിതാവിനും എൻ്റെ പ്രണാമം പറയണം. എല്ലാവർക്കും എൻ്റെ ചെറിയ കുട്ടികളോട് എൻ്റെ സ്നേഹം, അവരോട് ചെറിയൊരു സ്നേഹം ഞാൻ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അപ്ക സഖ എന്ന് പറഞ്ഞിട്ട് പേര് എഴുതിയിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അനൗപചാരികമായിട്ടുള്ള പത്രത്തിലാണ് പെടുക. അടുത്ത നോക്കാം. सरकारी और अर्ध सरकारी पत्रों से कौन सा अनौपचारिक पत्र होते हैं? സർക്കാർ അർദ്ധ സർക്കാർ കത്തുകൾ ഏതാണ് അനൗപചാരിക കത്ത്? अर्ध सरकारी പത്രമാണ്. മഹോദയ का प्रयोग किस प्रकार के पत्र में किया जाता है? ഏത് പ്രകാരമുള്ള കത്തിലാണ് സർ ഉപയോഗിക്കുന്നത്? ഔപചാരികമായിട്ടുള്ള പത്രങ്ങളിലാണ് സർ ഉപയോഗിക്കുന്നത്. ആപ്പ് ഭാവതീയ का प्रयोग किस प्रकार के पत्र में करेंगे? ഏത് പ്രകാരമുള്ള കത്തിലാണ് താങ്കൾ എന്ന് ആത്മാർത്ഥമായി ഉപയോഗിക്കുന്നത്? ഔപചാരികമായ പത്രത്തിലാണ്. സർക്കാർ पद पर रहते हुए भी मित्र भाव से कौन सा पत्र लिखा जा सकता है? സർക്കാർ കസേരയിലിരിക്കുമ്പോഴും സൗഹൃദപരമായി എഴുതാൻ കഴിയുന്ന കത്ത് ഏതാണ്? അർദ്ധ സർക്കാരി പത്രമാണ്. സാമാന്യതഃ പുഷ്ടങ്കൻ കിസ് പ്രകാർ കെ പത്ര में किया जाता है? ഏത് തരത്തിലുള്ള കത്തിലാണ് അംഗീകാരം സാധാരണയായി നൽകുന്നത്? സർക്കാരി പത്രയിൽ. നിമ്നെഴുത വാക്യം സഹി ഓർ ഗലത്ത് നിശാൻ ലഗായി. താഴെ തന്നിരിക്കുന്നത് ശരിയും തെറ്റും തിരിച്ചെഴുതുക. कार्यालय आदेश का प्रयोग कर्मचारियों की नियमित छुट्टी के मंजूरी देने के लिए किया जाता है. सहीയാണ്. कार्यालय आदेश की भाषा अन्य पूर्व का प्रयोग किया जाता है. सही. ज्ञापन का प्रयोग मित्रों को पत्र लिखने के लिए किया जा सकता है. गलत ആണ്, തെറ്റാണ്. ज्ञापन में संबोधन तथा आंदोलेख नहीं होता है. सही. संस्थान के अनेक स्थानों पर सूचना देने के लिए परिपत्र का प्रयोग किया जाता है. सही. एक कर्मचारी के पदोन्नति को परिपत्र द्वारा सूचित किया जाता है. गलत. छुट्टी लेने के लिए आवेदन पत्र ज़रूरत नहीं है होती. गलत. भर्ती के लिए आवेदन पत्र देना ज़रूरी होती है. सही. അപ്പം നമുക്ക് ഓരോ സർക്കാരി പത്രങ്ങൾ എഴുതുന്ന നമ്മൾ ഔപചാരിക പത്രം എഴുതേണ്ട 20ാമത്തെ ചാപ്റ്ററിൽ 2 കത്തുകളാണുള്ളത് പഠിക്കേണ്ടത്, അനൗപചാരികവും ഔപചാരികവും. അനൗപചാരികമായിട്ടുള്ള ലെറ്റർ എഴുതുന്നത് എങ്ങനെയാണ്, ഔപചാരികമായിട്ടുള്ള ലെറ്റർ എഴുതുന്നതാണ് പഠിക്കുന്നത്. അതിൽ അനൗപചാരികമായ ലെറ്റർ ശുഭകാമനകൾ, ആശംസകൾ, അച്ഛനക്ക് അമ്മക്ക് എഴുതുന്നത്, സുഹൃത്തുക്കൾക്ക് എഴുതുന്നത്, അതൊക്കെയാണ് അനൗപചാരികമായ ലെറ്റർ വരുന്നത്. ഔപചാരികമായ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഓഫീസ് ഇടപാടുകൾക്ക്, നമ്മൾ സർക്കാർ ഓഫീസുകൾക്ക് കൊടുക്കുന്ന നിവേദനങ്ങൾ, അതൊക്കെയാണ് ഔപചാരികമായിട്ടുള്ള ലെറ്റർ. അനൗപചാരികമായിട്ടുള്ള ലെറ്ററിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ഡേറ്റും ദിനാങ്കും
സ്ഥാനം ദിനാങ്കം എഴുതും. ലെഫ്റ്റ് സൈഡിൽ പ്രിയമിത്ര, ആർക്കാണ് നമ്മൾ ലെറ്റർ അയക്കുന്നത് അയാളുടെ പേരും, പിന്നെ അവസാനം റൈറ്റ് സൈഡിൽ ആപ്കാ മിത്ര എന്ന് പറഞ്ഞിട്ട് ആരാണോ കത്ത് അയക്കുന്നത് അയാളുടെ പേരാണ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ സബ്ജക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കണം. അനൗപചാരികമായ ലെറ്റർ എന്ന് പറയുന്നത്, ഔപചാരിക ലെറ്റർ എന്ന് പറയുന്നത് സർക്കാർ പത്രികകളാണ്. സർക്കാരിന് വേണ്ടി നിയമിക്കുന്ന കൊടുക്കുന്ന ലെറ്ററുകളാണ് അനൗപചാരിക ലെറ്റർ എന്ന് പറയുന്നത്. അതിൽ റൈറ്റ് സൈഡിൽ നമ്മളോട് സർക്കാർ പത്രം ഹെഡിങ് കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡിൽ സെൻറ്റർ അഡ്രസ്സാണ് കൊടുക്കുക. എന്ന് വെച്ചാൽ ആരാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുക്കേണ്ടത്. ഇപ്പോൾ സംഖ്യാഭാരത്, ഇവിടെ പേജ് നമ്പർ 154 അതിൻ്റെ മോഡൽ തന്നിട്ടുണ്ട്. സംഖ്യാഭാരത് സർക്കാർ, സമ്പദ നിർദ്ദേശാലയ്, നിർമ്മാൺ ഭവൻ, എവിടെ നിന്നാണോ അയക്കുന്നത് ഡേറ്റും സ്ഥലവും പേരൊക്കെ അവിടെ കൊടുത്തിരിക്കണം. പിന്നെ 2 എന്ന് പറയുന്നത് ആരാണ്, അത് ലെഫ്റ്റ് സൈഡിലാണ് സേവാമേൻ വരേണ്ടത്. സേവ എന്ന് പറഞ്ഞാൽ സ്വീകർത്താവ്, ആരാണോ സ്വീകരിക്കുന്ന ഒരു അഡ്രസ്സാണ് അവിടെ എഴുതേണ്ടത്. നടുവിലായിട്ട് എന്ത് സബ്ജക്റ്റാണോ, എന്തിനു വേണ്ടിയിട്ടാണോ സർക്കാരിന് നമ്മൾ അയക്കുന്ന ലെറ്റർ, അപ്പോൾ നടുവിലായിട്ട് വിഷയം എന്ന് പറഞ്ഞിട്ട്, വിഷയം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, രാംകുമാർക്ക് ഡയറി പരീക്ഷ എന്ന് പറഞ്ഞാൽ ഡോക്ടറി പരീക്ഷ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഹെഡിങ് കൊടുക്കാം. പിന്നെ നമ്മൾ പ്രിയമിത്ര എന്ന് എഴുതുന്നത് അനൗപചാരികത്തിൽ പ്രിയമിത്ര ആണെങ്കിൽ ഇവിടെ നമ്മൾ മഹോദയ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അവസാനം സബ്ജക്റ്റ് എന്താണോ നമ്മളോട് വിഷയം പറഞ്ഞേക്കുന്നത് ആ വിഷയം അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് ശേഷം ഭവതി, ആരുടെ പേരാണോ ഭവതി ആർക്കാണോ അയക്കുന്നത് അവരുടെ പേര് അടിയിൽ ചേർക്കണം. പിന്നെ ഹസ്താക്ഷരം സൈൻ ചെയ്യാൻ വേണം കേട്ടോ.